സിമ്പിളായിട്ട് മത്തിക്കറി ഉണ്ടാക്കിയാലോ? ഏത് മത്തി ആയാലും കുഴപ്പമില്ല, ഇവിടെ കുഞ്ഞമത്തി കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളുമാണ്. അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് പച്ചമുളകും കരിവേപ്പിൻ്റെ ഇടാം. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ഇടണ്ട. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണ്ട. നിങ്ങളെ ആവശ്യത്തിനും നിങ്ങൾ എത്ര എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. തക്കാളിയൊക്കെ നല്ല വെന്തുടങ്ങിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി പൊടികളൊക്കെ നല്ല വെന്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു നാരങ്ങേൻ്റെ വലുപ്പത്തിൽ, ചെറിയ നാരങ്ങേൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് ഇട്ടെടുത്തിട്ട്. എന്നിട്ട് അത് നല്ല വെള്ളത്തിലിട്ട് കൊടുത്ത് നല്ല കുഴച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ മത്തി ഇട്ട് കൊടുത്ത് മത്തിയൊക്കെ നല്ല വെന്തതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് അത് വറവിട്ടിന് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.